ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കതിരൂർ പഞ്ചായത്തിലാണ്. കതിരൂർ പഞ്ചായത്തിലെ BJP പ്രതിനിധി ശ്രീ സത്യലാലാണ് നമ്മളിവിടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ അവസാന ലാപ്പിലേക്ക് എത്തുവാണല്ലോ, എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് കയറിയിട്ടുള്ള സമ്പർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആർഭാടമൊന്നുമില്ലാതെ സൈലൻ്റ് ആയിട്ടുള്ള വീട് കയറിയിട്ടുള്ള മുഴുവൻ ആളുകളെയും, ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കണ്ട് അവരോട് നേരിട്ട് സംവദിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രചരണത്തിൻ്റെ ഉദ്ദേശം. പിന്നെ എല്ലാ കാര്യങ്ങളും വാർത്താമാധ്യമങ്ങളിലൂടെയും എല്ലാ മേഖലയിലൂടെയും ഇന്നത്തെ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, കാരണം വികസന കാഴ്ചപ്പാട്, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെ സംബന്ധിച്ചിട്ട് ആവശ്യമുള്ളൂ. കാരണം അവരോട് പോയി നമ്മൾക്ക് ഇല്ലാ കഥകൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് കാര്യവും നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. കാരണം അവർ ഇങ്ങോട്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മളോട് നല്ല രീതിയിലുള്ള സമീപനമാണ് പൊതുവെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകൾ പോലും നമ്മളോട് വളരെ നിങ്ങൾ മത്സരരംഗത്ത് ഉണ്ടാകണം, നിങ്ങളാണ് വേണ്ടത് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആളുകൾ നമ്മളോട് സംവദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നാട്ടിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കതിരൂർ പഞ്ചായത്തിൽ BJP അവതരിപ്പിച്ചിട്ടുള്ള ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ? സ്ഥാനാർത്ഥികളൊക്കെ യുവനിരയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജനങ്ങളുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ. എല്ലാ ആളുകളും യുവത്വമാണ് കൂടുതൽ. അത് സ്ത്രീകളുടെ പക്ഷത്തായാലും അതുപോലെ യുവാക്കളുടെ പക്ഷത്തായാലും ഒക്കെ യുവത്വമാണ് കൂടുതൽ. എന്നാലും ഒന്ന് രണ്ട് ആൾക്കാർ, മുതിർന്ന ആളുകളുണ്ട്. അത് അനുഭവ സമ്പത്തായ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ആൾക്കാർ ചെയ്തിരുന്നത്. ഈ നാടിൻ്റെ വികസനം, അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മളെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ഒരുപാട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ജനതയും നിറഞ്ഞു നിന്ന ഒരു സമൂഹം നമ്മൾ, അതിപ്പോൾ സൂക്ഷിച്ച് കൃഷി എന്ന സമ്പ്രദായം തന്നെ നാട്ടിലില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരു 50 മീറ്റർ കടന്നു കഴിഞ്ഞാൽ വയലാണ്. ഇന്ന് ആ വയലിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു നിമിഷം പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വയലുണ്ടോ എന്ന്. കാരണം വയലല്ല, കരയല്ല, കരഭൂമിയല്ല, തരിശു ഭൂമിയായി കിടക്കുന്നു. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അന്നം തന്ന് വളർത്തിയ മണ്ണാണ്. അതിൻ്റെ ദുരവസ്ഥ എന്ന് കാണുമ്പോൾ ഈ ഭരിച്ച രണ്ട് മുന്നണികളും ഈ കേരളത്തോട് ചെയ്തിട്ടുള്ള കൊടും ചതിയാണ്. അത് തന്നെ ഈ നാടിന് ഉള്ള ജനങ്ങൾക്കുള്ള പ്രതിഷേധമുണ്ട്. കാരണം പ്രധാനമായും BJP ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന വികസന കാഴ്ചപ്പാട് എന്താണ്? പ്രധാന വികസന കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, അതായത് ഈ ഗ്രാമത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കൃഷി ഒരു വലിയൊരു ഘടകമാണ്. അതുപോലെ കുടിവെള്ളം, പ്രധാനമന്ത്രി ജൽജീവൻ മിഷനിലൂടെ ഇവിടെ മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തണം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് 80,000 കോടി ഇവിടെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ കേരള ഗവൺമെൻറ്റൊക്കെ പണമില്ലാതുകൊണ്ട് പല പദ്ധതികളും ഇവിടെ അസ്തമിച്ച അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഗ്രാമത്തിലെല്ലാം പല സ്ഥലത്തും കുടിവെള്ളം എത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പ്രധാനമന്ത്രിയുടെ ഒറ്റ നിലപാടാണ്. എല്ലാവർക്കും കുടിവെള്ളം, നല്ല ശുദ്ധമായ ജലം എത്തണം എന്നുള്ളത്. അത് നാട്ടിൽ നടന്നു. അതുപോലെ തന്നെയാണ് മരുന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി നമുക്ക് മുന്നോട്ട് വെച്ചതാണ് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയായിട്ടുള്ള ജനൌഷധി. അതിന്ന് തുച്ഛമായ നിത്യരോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളിപ്പോൾ വീടാന്തരം സമ്പർക്കം ചെയ്യുന്നത് ഇന്നായി ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലല്ല. നമ്മൾ സേവാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും മറ്റുള്ള എല്ലാ ആളുകളെയും, കാരണം ഇന്ന് കുടുംബങ്ങളിൽ ആളുകളില്ലാത്ത അവസ്ഥയാണ്. ഒരു വീട് ഉണ്ടായാൽ ആ വീട്ടിൽ നിന്ന് 1-2 പ്രായമുള്ള ആളുകളും അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇന്ന് ഗ്രാമാന്തരീക്ഷത്തിൽ കാണുന്നത്. അവരെല്ലാം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ തൊഴിലില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ വിദേശത്തും മറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ട് അവർ ജോലി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വീടുകളിലെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം പണമുണ്ട്, പക്ഷേ അവർക്ക് ഒരു മരുന്ന് എടുത്തു കൊടുക്കാൻ ആളില്ല. അപ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും അവരുടെ സുഖവിവരങ്ങൾ അറിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിലെല്ലാം ഏകദേശം 5000-ൽ
അത്ര ഒരു മാസം മരുന്നിന് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ട അവസ്ഥയാണ്. അവർക്കുള്ള വലിയൊരു ഗുണമുള്ള കാര്യമാണ് ഈ ജന ഔഷധി എന്ന് പറയുന്ന സംഭവം. തുച്ഛമായ 500 റുപ്യക്ക് ചോടെയാണ് അത്രയും പൈസ വരുന്ന മരുന്നിന് ആകുന്നത്. പ്രാദേശിക തലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കതിരൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാം? ഇന്നിപ്പോൾ കാണുന്നത് ശൗചാലയത്തിന്റെ ശോചനീയാവസ്ഥ. കതിരൂർ ഗ്രാമത്തിൽ പണ്ട് പണ്ടേ ഉണ്ടായിട്ടുള്ള ഒരു ശൗചാലയമാണ്. നിത്യമായിട്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇന്ന് പൊതുരംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്കായാലും മറ്റു കാര്യങ്ങൾക്കെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് പ്രാഥമിക കാര്യം നിർവഹിക്കാൻ ഇന്ന് ശൗചാലയം കതിരൂർ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ പറയും. കതിരൂർ ടൗണിൽ ഒരു ശൗചാലയം ഒരു ഒറ്റ ഒന്നുണ്ടായത് അതിപ്പോൾ പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും, അത് തീർച്ചയാണ്. ശൗചാലയത്തിന് ഫണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു മാസം കൊണ്ട് ആ പണി പൂർത്തിയാക്കേണ്ട സംരംഭമാണ് ഈ ഇങ്ങനെ ഒച്ച എഴുന്ന രീതിയിൽ ഏകദേശം ഒരു വർഷക്കാലമായി അത് പൊളിച്ചിട്ടിട്ട്. ജനങ്ങൾക്ക് മുഴുവൻ പ്രതിഷേധമുള്ള കാര്യമാണ്, കതിരൂർ ടൗണിലുള്ള മുഴുവൻ ആളുകൾ. അത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇതൊരു പ്രചരണ എന്നുള്ള രീതിയിൽ എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ജനങ്ങൾക്കറിയാം ഈ കാര്യം. അതുപോലെ തന്നെ നഗരത്തിലെ റോഡ് വികസനം, ഏകദേശം കക്കറ 4-1 റോഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 35 വർഷമായി ആ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് നടന്നിട്ട്. അതിനുശേഷം ഒരു പ്രവൃത്തി ആ റോഡിൽ നടന്നിട്ടില്ല. പിന്നെ നമുക്ക് റോഡ് സംരക്ഷിക്കേണ്ടെങ്കിൽ ആണി, അതായത് വെള്ളം പോകാനുള്ള ഓവുചാല് വേണം. അത് ഇല്ലാത്ത അവസ്ഥയാണ്. അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല റോഡുകളും തകർന്നു വിട്ടിരിക്കും. കാരണം ഇതൊരു കറവപ്പശയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതൊരു ഫണ്ട് പാസ്സാകുക, ഒരു എന്താ പറയുക, ഒരു അഴിമതിയുടെ ഒരു മേഖലയായിട്ട് മാറി. ഒരു സ്ഥിരം ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഡൈമം മുക്കുന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ റോഡ് ഈ വയലിൽ നമ്മൾ നിർമ്മിച്ചതാണ്. ഈ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച, പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടും ഇല്ലാതെ നിർമ്മിച്ചതാണ്. അതിൻ്റെ ഒരു വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഏകദേശം നമുക്കിത് മനസ്സിലാകുന്നത്. ഈ റോഡിൻ്റെതും ഈ റോഡിൻ്റെ ആണി നിർമ്മാണം, അതായത് വെള്ളം പോകാൻ ഓവുചാലിൻ നിർമ്മാണത്തിനൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ ആണി എന്ന് പറയും. അപ്പോൾ ഈ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് അവിടെ ഒരു ഓവുചാൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ MP ആയ സമയത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുക്കുട്ടി നായർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ആ ചെറിയ ഒരടി വീതിയുള്ള ഓവുചാലാണ്. അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന് പോയിട്ട് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും 2.5 ലക്ഷം റുപ്യാണ് എഴുതി വെച്ചിട്ടുള്ളത് ആ കാലത്ത്. അത്രയും അന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കോടിയുടെ മതിപ്പുണ്ട്. ആ സമയത്താണ് ആടെ എഴുതി വെച്ചിരിക്കുന്ന, കലിങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡ് മൺറോഡാണ്, കുറച്ച് ഭാഗം താറിട്ടിട്ടുണ്ട്. ഡൈമുക്കിന്ന് അത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു 2 വർഷമായിട്ടില്ല. അപ്പോൾ ആ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിന് സ്ഥലം കൊടുക്കുകയും മണ്ണ് ഇറക്കി അതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു റോഡ് കടന്നു പോകുന്ന ഒരു തോട്ടിൻ്റെ ഒരു സ്ലാബ് വാർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നാഷണൽ പെർമിറ്റ് ലോറി കടന്നു പോകുന്ന തരത്തിലുള്ള പിന്നെ പാലാണ് നമ്മൾ നിർമ്മിച്ചിട്ട്. അതിന് നമ്മൾ ജനകീയ കൂട്ടായ്മയാണ്. ആ ജനകീയ കൂട്ടായ്മയിൽ എല്ലാവരും അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ മുഴുവനും അവിടെ അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടും ശരീരം കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അതിന് നമ്മളെല്ലാവർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ, സാധനത്തിന് മെറ്റീരിയൽത്തിന് അടക്കം കൊടുത്താൽ അതിന് ചിലവാകുന്ന പൈസ നമ്മൾ എഴുതി കൂട്ടിയിട്ട് നോക്കുമ്പോൾ 60,000 ഉറുപ്പികയുള്ളൂ. അതിന് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ അത് ഒരു വലിയൊരു അഴിമതിയുടെ മേഖലയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കതിരൂർ മേലെ എന്ന് പറയും, കതിരൂർ മേലത്തെ റോഡ്, ആ റോഡാണ് പുല്ലോടി വരെ പോകുന്ന റോഡ്. അതിൻ്റെ പ്രവർത്തനം നടക്കാത്തത് വർഷങ്ങളായി. നിങ്ങൾക്ക് കാണാൻ പറ്റൂ, ഈ 14-ാം വാർഡ് നിലനിൽക്കുന്ന നമ്മളെ പിന്നെ അയ്യപ്പ മഠത്തിന് മേലോട്ട് കയറുന്ന കമ്പിപ്പാലം റോഡ് അല്ലല്ല, 4-1 മൈൽസ് അവിടെ ഒരു അയ്യപ്പ മഠമുണ്ട്. അയ്യപ്പ മഠത്തിന് മേലോട്ട് കയറുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് നമുക്ക് പോയാൽ ഏതോ ഒരു കുഗ്രാമത്തിലെത്തിയ പോലെ, ഒരു വികസനം അവിടെ എത്തിയിട്ടില്ല. പഞ്ചായത്ത് മേനടിക്കാണ് കാര്യങ്ങളൊക്കെ, പക്ഷെ ഒരു വികസനം ആ ഭാഗത്ത് എത്തിയിട്ടില്ല. ആ ഭാഗത്തിന്റെ ഒരു മലാല ഏരിയ മൊത്തത്തിൽ വളരെ ശോചനീയ അവസ്ഥയാണ്. റോഡിൻ്റെതായിക്കോട്ടെ, ജനങ്ങൾക്ക് വീടുകളിലേക്ക് പോകാനുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്.
ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവണം. ഈ പരിഹാരം വരണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷത്തോളമായി ഏകദേശം. ഇന്ന് ഒരു പഴയ അന്തരീക്ഷത്തിൽ ആളുകൾ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ നമുക്ക് ഈ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് എന്തോ ആയിക്കോട്ടെ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കൊരു നാണക്കേട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെല്ലാം ഒരു പരിഹാരം വരണമെങ്കിൽ ഇവിടെ BJP നല്ല രീതിയിൽ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ല മുന്നേറ്റം ഉണ്ടാവും. പ്രതിപക്ഷത്ത് എത്തിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സംഭവം ഉണ്ടാവും. കാരണങ്ങൾ പലതാണ്. ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പ്ലാനിങ് അങ്ങനെയാണ്. വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് വാർഡ് വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അശാസ്ത്രീയമാണെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ ഈ വാർഡിൽ ജയിക്കുന്ന കാൻഡിഡേറ്റ് അവർക്ക് കൃത്യമായിട്ട് ഈ വാർഡിനെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു റൂട്ട് മാപ്പ് അങ്ങനെയാണ്. അത്രമാത്രം ഒരു മോശപ്പെട്ട രീതിയിലാണ്. കാരണം വിജയിക്കുക എന്നുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വാർഡ് വിഭജനം പ്ലാനിങ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊരാൾക്കും മനസ്സിലാവും. ഇപ്പം കതിരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് സമീപ പഞ്ചായത്തുകളായിട്ട് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഈ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെട്ട ഈ ചിത്രഗ്രാമം, അതുപോലെ ആർട്ട് ഗാലറി, അതുപോലെ ഫിറ്റ്നസ് സെൻറ്റർ, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളെ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താ BJP? അത് പിന്നെ നല്ലത് തന്നെ പറയണ്ടേ. പിന്നെ ഈ നാട്ടിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രകല നമ്മൾക്ക് വളരെ നല്ല കാര്യം, അതിന് തെറ്റൊന്നുമല്ല. പക്ഷെ അത് പോരല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നല്ല രീതിയിൽ സേവാ പ്രവർത്തനങ്ങൾ നടന്നത്, സേവാ സമിതികളാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ക്ഷേത്രത്തിൽ നല്ല കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുടെ കാര്യത്തിലായിക്കോട്ടെ, ക്ഷേത്രത്തിൻ്റെതായ പാലിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ ധ്വജപ്രതിഷ്ഠ നടക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും അവിടെ ഒരു സേവാ സമിതി നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോയി. ആ സേവാ സമിതിയെ ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടിട്ട് അല്ലെ നിർജീവമാക്കി. എന്നിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ൻ്റെ ആളുകൾ മാത്രമുള്ള ഒരു ട്രസ്റ്റി ബോർഡും അങ്ങനെ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുന്നേ ഉണ്ടായ ഒരു പിന്നെ ചുമർചിത്രം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു നല്ല രീതിയിൽ അറിയപ്പെടേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന അത് വേറെ ആരുമല്ല, ഒരു 4 ചെറുപ്പക്കാർ മാത്രമാണ് അതിൻ്റെ. അവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെയും കൂടി മരവിപ്പിച്ചുകൊണ്ട് ആ ഫണ്ടൊക്കെ ഇവർ വാങ്ങിച്ചു. എന്നിട്ട് ഈ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് CPM ഭരണസമിതി കതിരൂർ പഞ്ചായത്തിൻ്റെ രീതി ചെയ്യുന്നതാണ് ബൂസ്റ്റ് ചെയ്ത് അവർ പുസ്തകത്തിൽ അച്ചടിച്ച് വരികയാണ്. അതൊക്കെ ഒരു തെറ്റായ കീഴ്വക്കാന്ന്, അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊന്നും ഒരു ആരോ ചെയ്യുന്ന നല്ല പ്രവർത്തനത്തെ അത് ഞങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളത് ഒരു വളരെ മോശപ്പെട്ട സമീപനമാണ്. അത് തെറ്റന്നെ. നല്ല കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്, നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കും. ഇവിടുത്തെ ശൗചാലയത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് കതിരൂർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കക്കറയിൽ വേണം, 5-ാം മൈൽ വേണം, അതുപോലെ 4-ാം മൈൽസിൽ വേണം, 3-ാം മൈൽ വേണം. ഇതൊക്കെ വേണ്ടതല്ലേ? കാരണം ഇന്ന് കാലം പുരോഗമിച്ചില്ലേ, എത്ര മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടെ നാട് തന്നെ നോക്കിയാൽ മതി. റെയിൽവേ വികസനം, ഒരു കാലത്ത് റെയിൽവേൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഒരു 10 വർഷം മുമ്പേ നമുക്ക് മൂക്ക് പൊത്താണ്ട് റെയിൽവേയിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ഇന്നത്തെ സ്ഥിതി എന്താ? വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിനുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കും. രാജ്യത്തിൻ്റെ പുരോഗതി അത്രമാത്രം മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പഞ്ചായത്ത് ആയിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ കാര്യങ്ങൾ സംസാരിക്കണ്ട. കാരണം അതൊക്കെ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. റെയിൽവേ എന്താണെന്നൊക്കെ. ഇപ്പൊ നദീജല സംരക്ഷണത്തിന് ഫണ്ടുണ്ട്. നമ്മുടെ പൊന്നമ്പുഴയുടെ അവസ്ഥ എന്താ? നമുക്ക് ആകെ ഒരു പുഴയേ ഉള്ളൂ. പൊന്നമ്പുഴയുടെ അവസ്ഥ എന്താ? അത് സംരക്ഷിക്കാനുള്ള എന്ത് പദ്ധതിയാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? ഒന്നും പറയാൻ പറ്റും. ഈ നടുത്തോടുകൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഗ്രാമം വെള്ളത്തിലടിയിലായി പോകുന്ന അവസ്ഥയാണ്. കാരണം കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. വയലുകൾ കംപ്ലീറ്റ് നീണ്ടിരിക്കുകയാണ്. ഈ തോടുകൾ നവീകരിക്കേണ്ടതായ പ്രവർത്തനം ഇവർ ചെയ്യേണ്ടതല്ലേ? ഇതിന് ഫണ്ടുണ്ട്, ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് അവസ്ഥ. മെയിന് അടിക്കുക, നമ്മളെന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുക. ഈ ജനങ്ങൾ മുഴുവനും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഓഫീസും അതുപോലെ പിന്നെ നമ്മൾ രജിസ്റ്റർ ഓഫീസും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ജനകീയ കൂട്ടായ്മയിലാണ് സ്ഥലം എടുത്തു കൊടുത്തിട്ട് പ്രവർത്തനം. അതിൻ്റെ ഇലക്ട്രിക് ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയെങ്കിലും
രജിസ്റ്റർ ഓഫീസ് ഇന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷങ്ങളായി അതിൻ്റെ എല്ലാം ഫണ്ട് ഇവർ കൈപ്പറ്റിയിട്ട് അതിൻ്റെ പ്രവർത്തനമൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ നാട്ടിൽ സമഗ്രമായ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വേറ്റമ്പലിൽ നിന്ന് മുതൽ പിന്നെ പത്തായക്കുന്നിലേക്ക് പോകുന്ന ആ റോഡ് എത്രമാത്രം ദുർഘടമായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം പിന്നിട്ട് 80ാമത്തെ വർഷത്തിലേക്ക് കടക്കുക. എന്നിട്ടും അതിൻ്റെ ഒന്നും ഒരു പുരോഗതി നമ്മൾ കാണുന്നില്ല. പഞ്ചായത്ത് ദീർഘകാലം ഭരിക്കുക, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം അല്ല, ദീർഘകാലമായിട്ട് ഒരു പാർട്ടി തന്നെ ഭരിക്കുകയാണ്. എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? കഴിഞ്ഞ ഒരു 5 10 15 വർഷം മുമ്പേ ഉള്ള കാര്യങ്ങൾ പോലും പുസ്തകത്തിൽ അച്ചടിച്ചിട്ട് വന്നതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്രം കൊടുക്കുന്ന പല പദ്ധതികളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെതായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഫണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇവിടെ സേവനം ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെതായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നമുക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അത് ഇപ്പോൾ കേരളത്തിന് ആവശ്യമില്ല എന്ന് എഴുതി കൊടുത്തതാണ്. പക്ഷേ അത് ചില പഞ്ചായത്തിലൊക്കെ ചില നമുക്കിപ്പം അങ്ങനെ പറയണമെന്നറിയില്ല, 1,00,000 വീട് കോളനി എന്ന് പറയുന്ന ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ അവർക്ക് ഈ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ആ സാധാരണക്കാരായ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട്. കാരണം അവർക്ക് വീട് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പെടുത്തിക്കൊണ്ട് വീട് കൊടുക്കുന്നുണ്ട്. പക്ഷേ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പ്രധാനമന്ത്രിൻ്റെ ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ 4 ലക്ഷം രൂപയും പിന്നെ 3% 6 ലക്ഷം രൂപയും കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള വീട് നിർമ്മിക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം നടക്കും. അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കണം. അതുപോലെ ലൈഫ് മിഷനിൽ കതിരൂർ പഞ്ചായത്ത് ഒരുപാട് വീടുകൾ നൽകിയിട്ടുണ്ടല്ലോ. അതെല്ലാം പേര് മാറ്റിയിട്ട് ചെയ്യുന്ന പരിപാടികളാണല്ലോ. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേരൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ അതിനൊരു വിഹിതം ഉണ്ടല്ലോ. ഉണ്ട്, ഒരു വിഹിതമുണ്ട്. ഒരു കേന്ദ്രം ചേർന്നിട്ടുള്ള പദ്ധതികൾ, അത് തെറ്റല്ലല്ലോ. നമുക്ക് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഗുണകരമായ പദ്ധതികളല്ല, അതൊക്കെ വേണ്ടതല്ലേ. ഈ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പിലെ പ്രശ്നമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലുള്ള പ്രശ്നങ്ങളാണ്. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് അതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ? CPM അനുഭാവികൾക്കും അതിൽപ്പെട്ട ആളുകൾക്കും മാത്രം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുക. ഇവിടെ ഇപ്പം പഞ്ചായത്ത് നാട് കൊടുക്കുന്നുണ്ട്, പല അതെല്ലാം അവരുടേതായ ആളുകൾക്ക് കൊടുക്കുന്ന, അതൊരു ബൂസ്റ്റ് ചെയ്ത് പറയുന്ന ഒരു സംവിധാനം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മറിച്ച് ജനങ്ങൾ നമ്മളതാണ്, ജനങ്ങൾ എല്ലാവരെയും നമുക്ക് ചേർത്ത് മുമ്പോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ സമഗ്രമായ വികസനം ഉണ്ടാവും. രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് ഒരു പൂക്കളമിട്ടതിൻ്റെ പേരിൽ കേസെടുക്കുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറി. എത്രമാത്രം ഈ രാജ്യത്തോട് കൂറുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട പല അവസരങ്ങളിലുമുണ്ട്. അതിനൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ PM കിസാൻ നിധി കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് ഉദ്ധരിക്കുക എന്നുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ അവർക്ക് 2000 രൂപ വെച്ചിട്ട് ഒരു സമാശ്വാസം എന്നുള്ള രീതിയിലും, പിന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ്, കാരണങ്ങൾ എല്ലാ പിന്നെ മോട്ടറായിക്കോട്ടെ ആയുധങ്ങളായിക്കോട്ടെ എല്ലാം സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളം അത്യാവശ്യമല്ല, അതൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റല്ലേ നമ്മൾ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ അത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. അത് നാട്ടിൽ വരേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ കൃഷിരംഗത്തേക്ക് നല്ല രീതിയിൽ ഇറങ്ങണം. കാരണം എങ്കിൽ മാത്രമേ ഈ നാട്ടിൽ പട്ടിണിയില്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം BJP അധികാരത്തിൽ വന്ന് ഞാൻ കൃത്യമായിട്ട് നടപ്പിലാക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും കുടിവെള്ളം, മരുന്ന്, അതുപോലെ എല്ലാവർക്കും ഈ നാട്ടിൽ പോകാനുള്ള, യാത്ര ചെയ്യാനുള്ള അവസരമില്ലല്ലോ. കൃത്യമായ നല്ല രീതിയിലുള്ള റോഡില്ലല്ലോ. എത്രയോ ദുർഘടമായ വഴിയിലൂടെയല്ലേ ഇന്ന് ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബസ് റൂട്ടുകൾ പോലും നല്ല രീതിയിലാക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് തന്നെ ഇപ്പോൾ നമ്മൾ പാനൂർ പിന്നെ 5-ാം മൈൽ പൊന്നൂർ റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ സഹകരിച്ചുകൊണ്ട് മാത്രം വന്ന റോഡാണ് വികസനം കുറച്ചെങ്കിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ 3 മീറ്റർ ആയാലും 5 മീറ്റർ ആയാലും സ്ഥലം വിട്ടുകൊടുക്കാൻ സ്വമേധയാ തയ്യാറായത് കൊണ്ട് മാത്രമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ പോലും ഇത്രയും സ്ഥലം പൊന്നും വിലയുള്ള ഭൂമി ഏറ്റെടുക്കുമ്പോൾ
ഒരു പൈസ പോലും നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചില്ല. ജനങ്ങൾക്ക് പരാതിയുണ്ട് അക്കാര്യത്തിലൊക്കെ. പക്ഷെ നാടിന്റെ വികസനമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. അപ്പൊ ഈ വേറൊരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ അമ്മയും കുഞ്ഞും പദ്ധതിയെ വേണം ഹോസ്പിറ്റല് നവീകരിക്കണം എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആശയം ആര് വെച്ചാലും അതേ ആശയത്തിന് എല്ലാവരും ഒരേ മനസ്സോടു കൂടി ചേർന്ന് നിന്ന് ആ അമ്മയും കുഞ്ഞും പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം സമാഹരിക്കുകയും അതിന് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാവരും അകമഴിഞ്ഞ സഹായം കൊടുത്തിട്ടും ഇന്നും ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. അത് വലിയ ദുഃഖകരമായ കാര്യമല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതിനെല്ലാം പരിഹാരം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഈ നാടിൻ്റെ മക്കളാണെന്നുള്ള കാഴ്ചപ്പാട് എല്ലാവർക്കും വേണം. ഈ നാടിൻ്റെ സമഗ്രമായ വികസനം മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ BJP അധികാരത്തിൽ വന്നേ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുകിട സംരംഭകർക്ക് പിന്നെ വ്യവസായങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങാൻ 50,000 രൂപ വീടില്ലാതെ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ മുദ്രാ ലോൺ വഴി 50,000 മുതൽ 10 ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് സഹായത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ ഈ BJP ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തകന്മാരുണ്ട്, സന്നദ്ധ പ്രവർത്തകന്മാർ, അവരൊക്കെ ഈ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ. അത് ഭരിക്കുന്ന പാർട്ടി ആരാണെന്ന് നോക്കിയിട്ടല്ല, നമുക്ക് ഇവിടെ വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-20 MP മാരുണ്ട്. ഈ MP മാരിൽ സുരേഷ് ഗോപി സർ ചെയ്യുന്ന പ്രവർത്തനം മാത്രമേ ജനങ്ങൾ അറിയുന്നുള്ളൂ. അത് കാര്യക്ഷമമായ രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മറ്റു MP മാർ എന്ത് ചെയ്യുന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കറിയില്ല. അപ്പോൾ കൃത്യമായ ഫണ്ടുണ്ട്, കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുണ്ട്. ആ ഫണ്ടുകൾ ഈ നാട്ടിൽ നടപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കൊരു മാതൃകയാണ് നമ്മുടെ സദാനന്ദ മാഷ് MP ആയ ശേഷം. ഏകദേശം കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പം തന്നെ മാഷ് ഈ പല ഗ്രാമങ്ങളിലും റോഡ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞു. മാഷിലൂടെ കേന്ദ്രം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സദാനന്ദ മാഷെ പോലെയുള്ള MP മാർ, നമ്മൾ PT ഉഷേനെ പോലെയുള്ള MP മാർ, ഇവരൊക്കെ ചേർത്തുകൊണ്ട് ഈ നാട്ടിൽ പ്രാദേശികമായ വികസനത്തിന് MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഇവിടെ കിട്ടാനും അത് കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിലേക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അത് രാഷ്ട്രീയമോ മറ്റ് ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ഭഗീരഥ പ്രവർത്തനം BJPൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഏതായാലും BJPയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കതിരൂർ പഞ്ചായത്ത്. തീർച്ചയായിട്ടും BJPയുടെ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിച്ചിട്ടാണ്. ആ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അതിന് ഓരോ സ്ഥലത്തും ആരെ ഏത് രീതിയിൽ ആളുകളെ മത്സരിപ്പിക്കണം, യുവത്വത്തിന് വേണ്ടിയെങ്കിൽ യുവത്വം, അല്ലെങ്കിൽ പിന്നെ യുവതികളെ, നല്ല കഴിവുറ്റ യുവതികളെ, അവരൊക്കെയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത്. വെറുതെ ഒരു പേരിന് സ്ഥാനാർത്ഥിയായി നിർത്തിച്ചതല്ല, വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. വിജയിക്കും. ജനങ്ങൾ ഒക്കെ പോയിട്ട് നമ്മൾ സംവദിക്കുന്ന സമയത്ത് ജനങ്ങൾ നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഈ നാട്ടിൽ വരണം, കാരണം വർഗീയം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല ആളും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവർത്തനം നാടിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട്, എല്ലാവരെയും എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ടയില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ബോധ്യമുണ്ട്. നമ്മളിപ്പോഴാണ് അറിയുന്നത് പ്രസവാനുകൂല്യമായിട്ടുള്ള 5,000 രൂപ ഒന്നാമത്തെ ഗഡുവായിട്ട് കിട്ടുന്നതും, രണ്ടാമത്തത് പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപ വരെ കിട്ടുന്ന ഒരു വലിയ പദ്ധതി കേന്ദ്രം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പ്രചരണ രംഗത്ത് പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നു. നമ്മളെക്കാളും ബോധവാന്മാരാണ് ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾക്കറിയാം എന്താണ് വികസനം, ആര് വന്നാലാണ് വികസനം ഉണ്ടാകുക, ആരിലൂടെയാണ് വികസനം എത്തേണ്ടത് എന്നൊക്കെ കൃത്യമായ ബോധ്യമുണ്ട്. അതൊന്നും ഒരു പ്രചരണത്തിലൂടെ എനിക്ക് തോന്നുന്നു വളരെ സൈലൻ്റായിട്ട് ജനങ്ങളോട് സംബന്ധിച്ചത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചു വരുമെന്നുള്ള കാഴ്ചപ്പാടാണ്. എന്തായാലും കതിരൂർ പഞ്ചായത്തിൽ BJPക്ക് വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരക്ക് പിടിച്ച സമയത്തും ഗ്രാമികയോട് അല്പനേരം സംസാരിക്കാൻ സാധിച്ചത് നന്ദി. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.